പ്രിയപ്പെട്ടവരെ, അസെൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിളിനെ ഇയർ എന്ന ദൈവവചന വായനാ പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായി നാം ഉപയോഗിക്കുന്നു. biyindia.com/മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഈ വായനാ സഹായി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇന്ന് ദിവസം 196. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ യെശയ്യാ പ്രവചനം അധ്യായങ്ങൾ 9, 10, തോബിത്തിൻ്റെ പുസ്തകം 10, 11, 12, സുഭാഷിതങ്ങൾ അധ്യായം 10, വാക്യങ്ങൾ 9 മുതൽ 12 വരെ. ഞാൻ വായിക്കുന്നത് POC മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. നാം വചനം വായിച്ചു തുടങ്ങുകയാണ്. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. യെശയ്യാ അധ്യായം 9. ഭാവി രാജാവ്. അന്ധകാരത്തിൽ ചരിച്ചിരുന്ന ജനം വലിയ ഒരു പ്രകാശം കണ്ടു. മരണനിഴലിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ ഒരു പ്രകാശം ഉദിച്ചു. അങ്ങ് അവൻ്റെ ജനതയെ വർദ്ധിപ്പിച്ചു, സന്തോഷം വലുതാക്കി. അവർ അങ്ങയുടെ മുമ്പിൽ ആനന്ദിച്ചു. കവർച്ച വസ്തു പങ്കുവെക്കുന്നവരെ പോലെ, വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെ അവർ ആനന്ദിക്കും. അവൻ്റെ ഭാരമുള്ള നുകവും അവൻ്റെ ചുമലിലെ ദണ്ടും അവൻ്റെ മർദ്ദകൻ്റെ വടിയും മിതിയാൻ്റെ നാളിലെന്ന പോലെ അങ്ങ് തകർത്ത് കളഞ്ഞിരിക്കുന്നു. ചകിതരാക്കി ചവിട്ടിമതിക്കുന്ന ഓരോ ചെരുപ്പും രക്തത്തിൽ കുതിർന്ന വസ്ത്രവും തീക്കുള്ള ഇന്ധനം പോലെ ജ്വാലയായിത്തീരും. എന്തെന്നാൽ നമുക്കായി ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കായി ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജകുമാരൻ എന്ന് അവൻ വിളിക്കപ്പെടും. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും ആധിപത്യ സമൃദ്ധിക്കും സമാധാനത്തിനും അന്ത്യമുണ്ടാവുകയില്ല. നീതിയിലും ധർമ്മത്തിലും രാജ്യം ഉറപ്പിക്കാനും ഇപ്പോൾ മുതൽ എന്നേക്കും നിലനിർത്താനും തന്നെ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ തീക്ഷ്ണത ഇത് നിറവേറ്റും. ഇസ്രായേലിന് ശിക്ഷ. യാക്കോബിനെതിരെ നാഥൻ തൻ്റെ വചനം അയച്ചിരിക്കുന്നത് ഇസ്രായേലിൽ പതിക്കും. സമരിയായിലെ നിവാസികളും എഫ്രായിം ജനം മുഴുവനും ഇതറിയും. ഔദ്ധത്യത്തോടും ഹൃദയത്തിൻ്റെ ഗർവോടും കൂടി അവർ പറയുന്നു, ഇഷ്ടികകൾ വീണുപോയി, എന്നാൽ വെട്ടിയൊരുക്കിയ കല്ലുകൊണ്ട് ഞങ്ങൾ പണിയും. സിക്കമൂർ മരങ്ങൾ മുറിക്കപ്പെട്ടിരിക്കുന്നു, എന്നാൽ ഞങ്ങൾ ദേവദാരു പകരം വെക്കും. കർത്താവ് അവർക്കെതിരെ റസീനിൻ്റെ ശത്രുക്കളെ ഉയർത്തുകയും അവൻ്റെ വൈരികളെ ഇളക്കിവിടുകയും ചെയ്യും. മുമ്പിൽ നിന്ന് ആരാംകാരും പിന്നിൽ നിന്ന് ഫിലിസ്ത്യരും ഇസ്രായേലിനെ വാപിളർന്ന് വിഴുങ്ങി. ഇതെല്ലാമായിട്ടും അവിടുത്തെ കോപം ശമിച്ചില്ല. അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു. തങ്ങളെ പ്രഹരിച്ചവൻ്റെ അടുത്തേക്ക് ജനം തിരിയുകയോ സൈന്യങ്ങളുടെ കർത്താവിനെ അന്വേഷിക്കുകയോ ചെയ്തില്ല. അതിനാൽ ഒറ്റ ദിവസം കൊണ്ട് ഇസ്രായേലിൽ നിന്ന് വാലും തലയും കൂമ്പും കുറ്റിയും കർത്താവ് അരിഞ്ഞുകളഞ്ഞു. ശ്രേഷ്ഠനും പ്രമുഖനും അവനാണ് തല, വ്യാജപ്രവാചകൻ അവനാണ് വാല്. ഈ ജനത്തെ നയിക്കുന്നവർ അവരെ വഴിതെറ്റിക്കുന്നവരായി തീർന്നു. അവരാൽ നയിക്കപ്പെടുന്നവർ ആശയക്കുഴപ്പത്തിലായി. അതിനാൽ അവരുടെ യുവാക്കന്മാരിൽ നാഥൻ സന്തോഷിക്കുകയില്ല. അവരുടെ അനാഥരോടും അവരുടെ വിധവകളോടും അവിടുന്ന് കരുണ കാണിക്കുകയില്ല. എന്തെന്നാൽ എല്ലാവരും ഭക്തിരഹിതരും തിന്മ പ്രവർത്തിക്കുന്നവരുമാണ്. ഓരോ വായും ഭോഷത്വം സംസാരിക്കുന്നു. ഇതെല്ലാമായിട്ടും അവിടുത്തെ കോപം ശമിച്ചില്ല. അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു. അത് ദുഷ്ടതയെ നിശ്ചയമായും അഗ്നി പോലെ ദഹിപ്പിക്കും. മുള്ളുകളും മുൾച്ചെടികളും വിഴുങ്ങിക്കളയും. വനത്തിലെ കുറ്റിക്കാടുകളെ എരിയിക്കും. പുകപടലം മുകളിലേക്കുയരും. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ക്രോധത്താൽ ദേശം വരണ്ടുപോയി. ജനം അഗ്നിക്കുള്ള വിറക് പോലെയായിരിക്കുന്നു. ഒരുവനും സഹോദരനെ വെറുതെ വിടുന്നില്ല. ഒരുവൻ വലത്തുവശത്തു നിന്ന് മുറിച്ചെടുത്തു, എന്നിട്ടും അവന് വിശക്കുന്നു. ഇടത്തുവശത്തു നിന്ന് വിഴുങ്ങുന്നു, എന്നിട്ടും തൃപ്തിയാകുന്നില്ല. ഓരോരുത്തനും തൻ്റെ തന്നെ ഭുജത്തിൻ്റെ മാംസം ഭക്ഷിക്കുന്നു. മനാസെ എഫ്രായിമിനോടൊപ്പവും എഫ്രായിം മനാസയോടൊപ്പവും. അവർ ഒരുമിച്ച് യൂദായ്ക്കെതിരെയാണ്. ഇതെല്ലാമായിട്ടും അവിടുത്തെ കോപം ശമിച്ചില്ല. അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു. യെശയ്യാ അധ്യായം 10. തിന്മയുടെ ചട്ടങ്ങൾ കുറിക്കുന്നവർക്കും അന്യായ നിയമങ്ങൾ എഴുതിയ എഴുത്തുകാർക്കും ദുരിതം. പാവപ്പെട്ടവന് നീതി നിഷേധിക്കുന്നതിനും എൻ്റെ ജനത്തിലെ എളിയവൻ്റെ ന്യായം കവർന്നെടുക്കുന്നതിനും വിധവകളെ തങ്ങളുടെ കൊള്ളവസ്തുവാക്കുന്നതിനും വേണ്ടിയല്ലേ അനാഥരെ അവർ ചൂഷണം ചെയ്യുന്നത്.
ശിക്ഷാവിധിയുടെ ദിനത്തിൽ വിദൂരത്തു നിന്ന് വരുന്ന നാശത്തിൽ നിങ്ങൾ എന്തു ചെയ്യും? ആരുടെ അടുത്തേക്ക് നിങ്ങൾ സഹായത്തിന് വേണ്ടി ഓടും? നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ എവിടെ സൂക്ഷിക്കും? ബന്ധിതരെ പോലെ കുനിയുകയും വധിക്കപ്പെട്ടവരെ പോലെ വീഴുകയുമല്ലാതെ ഒരു മാർഗവുമില്ല. ഇതെല്ലാമായിട്ടും അവിടുത്തെ കോപം ശമിച്ചില്ല. അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു. അസീറിയ കർത്താവിൻ്റെ ഉപകരണം. എൻ്റെ കോപത്തിൻ്റെ ദണ്ഡായ അസീറിയ, അവരുടെ കയ്യിലെ വടി എൻ്റെ ക്രോധമാണ്. നാസ്തികരായ ഒരു ജനതയ്ക്കെതിരെ ഞാൻ അവനെ അയക്കും. എൻ്റെ കോപത്തിന് പാത്രമായ ജനത്തിനെതിരെ കൊള്ളയടിക്കാനും കവർച്ച വസ്തു തട്ടിയെടുക്കാനും തെരുവുകളിലെ ചെളി പോലെ അവരെ ചവിട്ടിത്തേക്കാനും ഞാൻ അവന് കൽപ്പന നൽകും. എന്നാൽ അവനങ്ങനെ ചിന്തിക്കുന്നില്ല. അവൻ്റെ ഹൃദയത്തിൽ അങ്ങനെ വിചാരിക്കുന്നില്ല. മറിച്ച് നശിപ്പിക്കുന്നതിനെക്കുറിച്ചാണ്, അനേക ജനതകളെ വിച്ഛേദിക്കുന്നതിനെക്കുറിച്ചാണ് അവൻ തൻ്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത്. അവൻ ചോദിക്കുന്നു, എൻ്റെ സൈന്യാധിപന്മാരെല്ലാം രാജാക്കന്മാരല്ലേ? കാർക്കമിഷ് പോലെയല്ലേ കൽനോ? അർപ്പാദ് പോലെയല്ലേ ഹാമാത്ത്? ദമാസ്കസ് പോലെയല്ലേ സമരിയ? ജെറുസലേമിൻ്റെയും സമരിയായുടെയും വിഗ്രഹങ്ങളെക്കാൾ കൂടുതൽ വിഗ്രഹങ്ങളോടുകൂടിയ രാജ്യങ്ങളിൽ എൻ്റെ കരം എത്തിയിരിക്കെ സമരിയായോടും അതിൻ്റെ വിഗ്രഹങ്ങളോടും ഞാൻ ചെയ്തതുപോലെ ജെറുസലേമിനോടും അതിൻ്റെ വിഗ്രഹങ്ങളോടും ഞാൻ ചെയ്യേണ്ടതല്ലേ? നാഥൻ സിയോൻ പർവ്വതത്തിലും ജെറുസലേമിലും തൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്തു കഴിയുമ്പോൾ അസീറിയ രാജാവിൻ്റെ ഹൃദയാഹങ്കാരത്തിൻ്റെ ഫലത്തെയും അവൻ്റെ കണ്ണുകളുടെ ഗർവിഷ്ഠഭാവത്തിൻ്റെ ഔദ്ധത്യത്തെയും അവിടുന്ന് ശിക്ഷിക്കും. എന്തെന്നാൽ അവൻ പറയുന്നു, ഞാൻ ഗ്രഹണശക്തിയുള്ളവനാകയാൽ എൻ്റെ കരബലവും ജ്ഞാനവും കൊണ്ടാണ് ഞാനത് ചെയ്തത്. ജനതകളുടെ അതിർത്തികൾ ഞാൻ നീക്കം ചെയ്യുകയും അവരുടെ നിക്ഷേപങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു. സിംഹാസനസ്ഥരെ ഞാൻ കരുത്തനെപ്പോലെ താഴെയിറക്കി. പക്ഷിയുടെ കൂടെന്ന പോലെ ജനതകളുടെ സമ്പത്ത് എൻ്റെ കരം കണ്ടെത്തി. ഉപേക്ഷിക്കപ്പെട്ട മുട്ടകൾ ശേഖരിക്കുന്നത് പോലെ ഭൂമിയിലെ സമ്പത്ത് മുഴുവൻ ഞാൻ ശേഖരിച്ചു. ചിറകനക്കാനോ വായ് തുറക്കാനോ ചിലയ്ക്കാനോ ആരുമുണ്ടായിരുന്നില്ല. വെട്ടുകാരനോട് കോടാലി വമ്പ് പറയുമോ? അറക്കുന്നവനോട് വാൾ വീമ്പടിക്കുമോ? ദണ്ട് അത് ഉയർത്തുന്നവനെ നിയന്ത്രിക്കുന്നത് പോലെയും ഊന്നുവടി മരമല്ലാത്ത അവനെ ഉയർത്തുന്നത് പോലെയുമാണത്. അതിനാൽ സൈന്യങ്ങളുടെ കർത്താവായ നാഥൻ കൊഴുത്തവരുടെ മേൽ ക്ഷാമം അയക്കും. അവൻ്റെ കരുത്തിനടിയിൽ അഗ്നിജ്വാല പോലെ ഒരു ദാഹകശക്തി ജ്വലിക്കും. ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായും അവൻ്റെ പരിശുദ്ധനായവൻ ഒരു ജ്വാലയായും മാറും. അത് ജ്വലിച്ചൊറ്റ ദിവസം കൊണ്ട് അവൻ്റെ മുള്ളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. അവൻ്റെ വനത്തിൻ്റെയും വിളവ് നിലങ്ങളുടെയും പ്രഭാവം ആത്മാവ് മുതൽ ശരീരം വരെ അവിടുന്ന് നശിപ്പിക്കും. അത് രോഗി ക്ഷയിക്കുന്നത് പോലെയായിരിക്കും. അവൻ്റെ വനത്തിലെ വൃക്ഷങ്ങളിൽ അവശേഷിക്കുന്നവയുടെ എണ്ണം ഒരു ബാലൻ രേഖപ്പെടുത്തും. ഇസ്രായേലിൽ അവശേഷിക്കുന്നവരും യാക്കോബിൻ്റെ ഭവനത്തിൽ ജീവിച്ചിരിക്കുന്നവരും തങ്ങളെ പ്രഹരിച്ചവനിൽ അന്ന് ആശ്രയിക്കുകയില്ല. മറിച്ച് അവർ ഉറപ്പോടെ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ കർത്താവിൽ ശരണം വെക്കും. ഒരു ശിഷ്ടഭാഗം, യാക്കോബിൻ്റെ ശിഷ്ടഭാഗം ശക്തനായ ദൈവത്തിങ്കലേക്ക് തിരിയും. ഇസ്രായേലേ, നിന്റെ ജനം കടലിലെ മണൽത്തരി പോലെയാണെങ്കിലും ഒരു ശിഷ്ടഭാഗമേ അവനിലേക്ക് തിരികെ വരികയുള്ളൂ. നീതി കവിഞ്ഞൊഴുകുന്ന വിനാശം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. കാരണം സൈന്യങ്ങളുടെ കർത്താവായ നാഥൻ ഭൂമി മുഴുവൻ്റെയും മധ്യേ വിനാശം വരുത്താൻ നിശ്ചയിച്ചിരിക്കുന്നു. അതിനാൽ സൈന്യങ്ങളുടെ കർത്താവായ നാഥൻ അരുളി ചെയ്യുന്നു, സിയോനിൽ വസിക്കുന്ന എൻ്റെ ജനമേ, ഈജിപ്തുകാരെപ്പോലെ അസീറിയക്കാർ നിങ്ങളെ വടികൊണ്ട് പ്രഹരിക്കുകയും നിങ്ങൾക്കെതിരെ ദണ്ടുയർത്തുകയും ചെയ്യുമ്പോൾ ഭയപ്പെടരുത്. എന്തെന്നാൽ ഇനിയും അല്പസമയത്തിനുള്ളിൽ രോഷം ശമിക്കുകയും എൻ്റെ ക്രോധം അവരുടെ വിനാശത്തിനുള്ളതാവുകയും ചെയ്യും. സൈന്യങ്ങളുടെ കർത്താവ് ഓറേബിലെ പാറയ്ക്കടുത്ത് വെച്ച് മിദിയാനെ പ്രഹരിച്ചതുപോലെ അവരെ പ്രഹരിക്കും. ഈജിപ്തിൽ ചെയ്തതുപോലെ അവിടുന്ന് സമുദ്രത്തിന്മേൽ തൻ്റെ ദണ്ട് ഉയർത്തിപ്പിടിക്കും. ആ ദിനത്തിൽ ഇപ്രകാരം സംഭവിക്കും. അവൻ്റെ ഭാരം നിന്റെ തോളിൽ നിന്ന് നീങ്ങുകയും നിന്റെ കഴുത്തിൻ്റെ പുഷ്ടി നിമിത്തം അവൻ്റെ നുകം തകരുകയും ചെയ്യും. അവൻ അയ്യാത്തിലെത്തി മിഗ്രോണിലൂടെ കടന്ന് മിക്മാഷിൽ തൻ്റെ സാമഗ്രികൾ സൂക്ഷിക്കും. അവൻ തോട് കടന്നു. ഗേബായാണ് അവൻ്റെ രാത്രി താവളം. റാമ വിറകൊണ്ടു. ഗിബെയത്ത് സാവൂൾ പലായനം ചെയ്തു. ഗാലീം പുത്രി, നിന്റെ ശബ്ദം ഉയർത്തുക. ലയീഷ, ശ്രദ്ധിക്കുക. അനാത്തോത്തെ മറുപടി പറയുക. മാദ്മന പലായനം ചെയ്തു. ഗബീം നിവാസികൾ സ്വയം സുരക്ഷിതരാക്കി. ഈ ദിനം തന്നെ നോബിൽ നിന്ന് സിയോൻ പുത്രിയുടെ മലയുടെ നേരെ, ജെറുസലേം കുന്നിന് നേരെ അവൻ കൈവീശും. ഇതാ സൈന്യങ്ങളുടെ കർത്താവായ നാഥൻ വൃക്ഷശാഖകളെ ഭയാനകമായി മുറിക്കും. ഉന്നത ശീർഷരെ അവിടുന്ന് വെട്ടിവീഴ്ത്തും. ഉയർന്നവയെ താഴ്ത്തുകയും ചെയ്യും. വനത്തിലെ നിബിഡ ഭാഗങ്ങളെ അവിടുന്ന് കോടാലി കൊണ്ട് വെട്ടിവീഴ്ത്തും.
ശക്തനാൽ ലെബനോൻ നിലംപതിക്കും. തോബിത്ത് അധ്യായം 10. തോബിത്തും അന്നയും കാത്തിരിക്കുന്നു. അവൻ്റെ പിതാവായ തോബിത്ത് ഓരോ ദിവസവും എണ്ണിക്കഴിയുകയായിരുന്നു. യാത്രാദിനങ്ങൾ പൂർത്തിയായിട്ടും അവർ മടങ്ങി വരാത്തതിനാൽ അവൻ പറഞ്ഞു, അവൻ അപകാസ്യനാക്കപ്പെടുകയോ ഗബായേൽ മരിച്ചു പോവുകയോ അവന് പണം നൽകാൻ ആരുമില്ലെന്ന് വരികയോ ചെയ്തിരിക്കുമോ? അവൻ അതീവ ദുഃഖിതനായി. ഭാര്യ അവനോട് പറഞ്ഞു, കുട്ടിക്ക് അപകടം സംഭവിച്ചിരിക്കുന്നു, അതിനാലാണ് അവൻ വൈകുന്നത്. അവൾ അവനെ പ്രതി വിലപിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കണ്ണുകളുടെ വെളിച്ചമായി നിന്നെ ഞാൻ പോകാൻ അനുവദിച്ചത് കുഞ്ഞെ എനിക്ക് ഉത്കണ്ഠ കാരണമല്ലേ? എന്നാൽ തോബിത്ത് അവളോട് പറഞ്ഞു, ശാന്തമായിരിക്കൂ, വിഷമിക്കരുത്, അവന് സുഖം തന്നെ. അവൾ അവനോട് പറഞ്ഞു, മിണ്ടാതിരിക്കൂ, എന്നെ കബളിപ്പിക്കാൻ നോക്കേണ്ട, എൻ്റെ കുട്ടിക്ക് അപകടം സംഭവിച്ചിരിക്കുന്നു. എല്ലാ ദിവസവും അവൻ യാത്ര പറഞ്ഞ വഴിയിലേക്ക് ചെല്ലും. പകൽ അവൾ അപ്പം ഭക്ഷിച്ചിരുന്നില്ല. രാത്രികളിൽ തൻ്റെ മകൻ തോബിയാസിനെ ഓർത്ത് വിലപിക്കുന്നത് നിർത്തിയില്ല. അവൻ അവിടെ ഉണ്ടായിരിക്കണമെന്ന് റഗുവേൽ ശപഥപൂർവം പറഞ്ഞ വിവാഹ വിരുന്നിൻ്റെ 14 ദിനങ്ങൾ പൂർത്തിയാക്കപ്പെടുന്ന നാൾ വരെ ഇത് തുടർന്നു. തോബിയാസിൻ്റെ മടക്കയാത്ര. തോബിയാസ് റഗുവേലിനോട് പറഞ്ഞു, എന്നെ പറഞ്ഞയച്ചാലും എൻ്റെ പിതാവും എൻ്റെ മാതാവും എന്നെ കാണാമെന്ന പ്രത്യാശയില്ലാത്തവരായിരിക്കുന്നു. എന്നാൽ അവൻ്റെ അമ്മായിയപ്പൻ അവനോട് പറഞ്ഞു, നീ എന്നോടുകൂടെ താമസിക്കുക, ഞാൻ നിന്റെ പിതാവിൻ്റെ പക്കലേക്ക് ആളയക്കാം, അവർ നിന്നെക്കുറിച്ചുള്ള വിവരം അവനോട് അറിയിക്കും. അപ്പോൾ തോബിയാസ് പറഞ്ഞു, അതുപോരാ, എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് എന്നെ തിരിച്ചയച്ചാലും. റഗുവേൽ അപ്പോൾ തന്നെ അവൻ്റെ ഭാര്യയായ സാറായെയും സമ്പത്തിൻ്റെ അടിമകൾ, കന്നുകാലികൾ, പണം എന്നിവയുടെ പകുതിയും നൽകി. അവരെ അനുഗ്രഹിച്ച ശേഷം യാത്രയാക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, മക്കളെ, എൻ്റെ മരണത്തിന് മുമ്പ് തന്നെ സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് ഐശ്വര്യമേകും. അവൻ തൻ്റെ പുത്രിയോട് പറഞ്ഞു, നിന്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക, അവരാണ് ഇനിമേൽ നിന്റെ മാതാപിതാക്കന്മാർ. നിന്നെപ്പറ്റി നല്ല വാർത്ത കേൾക്കാൻ എനിക്കിടവരട്ടെ. അവൻ അവളെ ചുംബിച്ചു. യദ്ന തോബിയാസിനോട് പറഞ്ഞു, പ്രിയ സഹോദര, സ്വർഗസ്ഥനായ കർത്താവ് നിന്നെ തിരിച്ചെത്തിക്കട്ടെ. എൻ്റെ മകൾ സാറായിൽ നിന്നുള്ള നിന്റെ കുട്ടികളെ കാണാനും അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദിക്കാനും എനിക്കിടവരട്ടെ. ഇതാ, ഞാൻ എൻ്റെ പുത്രിയെ നിന്നെ ഭരമേൽപ്പിക്കുന്നു. ഭരമേൽപ്പിക്കപ്പെട്ടവളെ നീ ദുഃഖിപ്പിക്കരുത്. അതിനുശേഷം തോബിയാസ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. എന്തെന്നാൽ അവിടുന്ന് അവൻ്റെ യാത്ര മംഗളകരമാക്കിയിരുന്നു. അവൻ റഗുവേലിനും അവൻ്റെ ഭാര്യ യദ്നായ്ക്കും വന്ദനമേകി. തോബിത്ത് അധ്യായം 11. തോബിത്ത് സുഖം പ്രാപിക്കുന്നു. അവൻ യാത്ര ആരംഭിച്ചു. അവർ നിനിവയുടെ അടുത്തുവരെ എത്തിയപ്പോൾ റഫായേൽ തോബിയാസിനോട് പറഞ്ഞു, സഹോദര, ഏതു നിലയിലാണ് നിന്റെ പിതാവിനെ നീ വിട്ടുപോകുന്നതെന്ന് ഓർക്കുന്നില്ലേ? നമുക്ക് നിന്റെ ഭാര്യയ്ക്ക് മുമ്പേ പോവുകയും വീട് ഒരുക്കുകയും ചെയ്യാം. മത്സ്യത്തിൻ്റെ കയ്പ നീ കയ്യിലെടുക്കുക. അങ്ങനെ അവർ മുന്നോട്ട് പോയി. നായ അവരുടെ പുറകെ പോയിരുന്നു. അന്ന തൻ്റെ കുട്ടിയെ കാത്ത് വഴിയിലേക്ക് കണ്ണും നട്ടിരിക്കുകയായിരുന്നു. അവൻ വരുന്നത് കണ്ട് അവൾ അവൻ്റെ പിതാവിനോട് പറഞ്ഞു, ഇതാ നിന്റെ പുത്രൻ വരുന്നു, അവനോട് കൂടെ പോയ ആളും ഒപ്പമുണ്ട്. റഫായേൽ പറഞ്ഞു, നിന്റെ പിതാവിൻ്റെ കണ്ണുകൾ തുറക്കുമെന്ന് എനിക്കറിയാം. അതിനായി നീ ആ കയ്പ അവൻ്റെ കണ്ണുകളിൽ പുരട്ടണം. ചൊറിച്ചിൽ അനുഭവപ്പെടുമ്പോൾ അവൻ കണ്ണ് തിരുമും. അപ്പോൾ വെളുത്ത പാടകൾ പൊഴിഞ്ഞു വീഴുകയും അവൻ നിന്നെ കാണുകയും ചെയ്യും. അന്ന ഓടിച്ചെന്ന് തൻ്റെ പുത്രനെ ആശ്ലേഷിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, നിന്നെ ഞാൻ കണ്ടിരിക്കുന്നു, ഇനി എനിക്ക് മരിക്കാം. അവർ ഇരുവരും കരഞ്ഞു. തോബിത്ത് വാതിൽക്കലേക്ക് വന്നപ്പോൾ അവന് കാലിടറി. പുത്രൻ അവൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. അവൻ പിതാവിനെ കരങ്ങളിൽ താങ്ങി, തുടർന്ന് ധൈര്യമായിരിക്കുക പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ പിതാവിൻ്റെ കണ്ണുകളിൽ കയ്പ പുരട്ടി. ചൊറിച്ചിൽ അനുഭവപ്പെട്ടു തുടങ്ങിയപ്പോൾ അവൻ തൻ്റെ കണ്ണുകൾ തിരുമി. ഉടനെ വെളുത്ത പാടുകൾ അവൻ്റെ കണ്ണുകളുടെ കോണുകളിൽ നിന്ന് പൊഴിഞ്ഞു വീണു. അപ്പോൾ അവന് തൻ്റെ പുത്രനെ കാണാനായി. അവനെ ആശ്ലേഷിച്ചുകൊണ്ട് കരഞ്ഞു. അവൻ പറഞ്ഞു, ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകും. അങ്ങയുടെ നാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. അങ്ങയുടെ എല്ലാ വിശുദ്ധ ദൂതന്മാരും വാഴ്ത്തപ്പെട്ടവരാണ്. അങ്ങെനിക്ക് ദുരിതമേകി, എന്നാൽ എന്നോട് കരുണ കാണിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇതാ എൻ്റെ മകൻ തോബിയാസിനെ ഞാൻ കാണുന്നു. അവൻ്റെ പുത്രൻ സന്തോഷത്തോടെ അകത്ത് പ്രവേശിക്കുകയും മേദിയായിൽ തനിക്ക് സംഭവിച്ച വലിയ കാര്യങ്ങൾ പിതാവിനോട് വിവരിക്കുകയും ചെയ്തു. തോബിത്ത് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തൻ്റെ മരുമകളെ സ്വീകരിക്കാൻ നിനവയുടെ കവാടത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. അവൻ നടന്നു വരുന്നത് കണ്ടവരെല്ലാം അവന് കാഴ്ച വീണ്ടു കിട്ടിയതിൽ വിസ്മയിച്ചു. ദൈവം തന്നോട് കരുണ കാണിച്ചിരിക്കുന്നു എന്ന് തോബിത്ത് അവരുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞു.
തോബിത്ത് തൻ്റെ മരുമകൾ സാറായുടെ അടുത്തെത്തിയപ്പോൾ അവളെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, മകളെ, വന്നാലും നീ സുഖമായിരിക്കൂ. നിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന ദൈവം വാഴ്ത്തപ്പെടട്ടെ. നിന്റെ പിതാവും നിന്റെ മാതാവും അനുഗ്രഹീതർ. അങ്ങനെ നിനിവയിൽ അവൻ്റെ സഹോദരരുടെ ഇടയിൽ ആനന്ദം കളിയാടി. അഹിക്കാറും അവൻ്റെ അനന്തരവൻ നാദാബും വന്നു. തോബിയാസിൻ്റെ വിവാഹം 7 ദിവസം ആഹ്ലാദപൂർവ്വം ആഘോഷിച്ചു. തോബിത്ത് അധ്യായം 12. റഫായേൽ തന്നെ വെളിപ്പെടുത്തുന്നു. തോബിത്ത് തൻ്റെ മകൻ തോബിയാസിനെ വിളിച്ചു പറഞ്ഞു, കുഞ്ഞെ, നിന്നോടൊപ്പം വന്ന ആളിൻ്റെ പ്രതിഫലം കൊടുക്കുന്ന കാര്യം നോക്കുക. അയാൾക്ക് കൂടുതൽ കൊടുക്കേണ്ടിയിരിക്കുന്നു. അവൻ പറഞ്ഞു, പിതാവേ, ഞാൻ കൊണ്ടുവന്നതിൻ്റെ പകുതി അയാൾക്ക് കൊടുത്താലും എനിക്ക് ദോഷമുണ്ടാവില്ല. അവൻ എന്നെ സുരക്ഷിതനായി നിന്റെ അടുക്കൽ തിരിച്ചെത്തിച്ചു. എൻ്റെ ഭാര്യയെ സുഖപ്പെടുത്തി. എൻ്റെ പണം വാങ്ങിക്കൊണ്ടുവന്നു. അതുപോലെ നിന്നെയും അവൻ സുഖപ്പെടുത്തി. വൃദ്ധൻ പറഞ്ഞു, അവനത് അർഹിക്കുന്നു. അവൻ മാലാഖയെ വിളിച്ച് അവനോട് പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്നതിൻ്റെ എല്ലാം പകുതി നീ എടുത്തുകൊള്ളുക. അപ്പോൾ അവൻ 2 പേരെയും രഹസ്യത്തിൽ വിളിച്ച് അവരോട് പറഞ്ഞു, ദൈവത്തെ സ്തുതിക്കുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്യുവിൻ. അവിടുത്തേക്ക് മഹത്വം നൽകുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്തതിനെ പ്രതി സകല ജീവികളുടെയും മുമ്പിൽ അവിടുത്തെ ഏറ്റുപറയുവിൻ. ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ കാര്യങ്ങൾ ആദരപൂർവ്വം പ്രഘോഷിച്ചുകൊണ്ട് ദൈവത്തെ പുകഴ്ത്തുകയും അവിടുത്തെ നാമത്തിന് മഹത്വം നൽകുകയും ചെയ്യുന്നത് ഉചിതമത്രേ. അവിടുത്തേക്ക് നന്ദി പറയുന്നതിൽ അമാന്തിക്കരുത്. രാജാവിൻ്റെ രഹസ്യം മറച്ചു വെക്കുന്നത് നല്ലതാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികളോ മഹത്വപൂർവ്വം വെളിപ്പെടുത്തുന്നതും. നന്മ ചെയ്യുവിൻ, തിന്മ നിങ്ങളെ സ്പർശിക്കുകയില്ല. ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോടുകൂടിയുള്ള പ്രാർത്ഥന നല്ലതാണ്. നീതിയോടുകൂടിയുള്ള അല്പമാണ് അനീതിയോടുകൂടിയ അധികത്തെക്കാൾ അഭികാമ്യം. സ്വർണം കൂട്ടിവെക്കുന്നതിനേക്കാൾ നല്ലതാണ് ദാനധർമ്മം ചെയ്യുന്നത്. എന്തെന്നാൽ ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു, അത് പാപമെല്ലാം തുടച്ചു നീക്കുന്നു. ദാനധർമ്മവും നീതിയും പ്രവർത്തിക്കുന്നവർ ജീവിതത്തികവിൽ എത്തിക്കപ്പെടും. പാപം ചെയ്യുന്നവർ സ്വന്തം ജീവൻ്റെ ശത്രുക്കളാണ്. ഞാൻ നിങ്ങളിൽ നിന്ന് ഒരു വാക്കും ഒളിച്ചു വെക്കുകയില്ല. അതിനാലാണ് രാജാവിൻ്റെ രഹസ്യം മറച്ചു വെക്കുന്നത് നല്ലതാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തികളോ മഹത്വപൂർവ്വം വെളിപ്പെടുത്തുന്നതും എന്ന് ഞാൻ പറഞ്ഞത്. നീയും നിന്റെ മരുമകൾ സാറായും പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗം പരിശുദ്ധനായവൻ്റെ മുമ്പിൽ ഞാൻ എത്തിച്ചു. അതുപോലെ തന്നെ നീ മൃതരെ സംസ്കരിച്ചപ്പോൾ ഞാൻ നിന്നോടൊത്തുണ്ടായിരുന്നു. ഭക്ഷണം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് ചെന്ന് മൃതദേഹം സംസ്കരിക്കാൻ മടിക്കാതിരുന്നപ്പോൾ സൽപ്രവൃത്തി ചെയ്യുന്ന നീ എൻ്റെ ശ്രദ്ധയിൽപ്പെടാതിരുന്നില്ല. മറിച്ച് ഞാൻ നിന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ആകയാൽ നിന്നെയും നിന്റെ മരുമകൾ സാറായെയും സുഖപ്പെടുത്താൻ ദൈവം എന്നെ അയച്ചു. ഞാൻ റഫായേലാണ്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന 7 വിശുദ്ധ മാലാഖമാരിൽ ഒരുവൻ. അവരിരുവരും സംഭ്രാന്തരായി. അവർ സാഷ്ടാംഗം പ്രണമിച്ചു. എന്തെന്നാൽ അവർ ഭയവിവശരായിരുന്നു. അവൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനമുണ്ടായിരിക്കട്ടെ. എന്നേക്കും ദൈവത്തെ സ്തുതിക്കുവിൻ. എന്തെന്നാൽ എൻ്റെ ഔദാര്യം കൊണ്ടല്ല, നമ്മുടെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണ് ഞാൻ വന്നത്. ആകയാൽ അവിടുത്തെ എന്നേക്കും സ്തുതിക്കുവിൻ. ഞാൻ നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട ദിവസങ്ങളിലൊന്നും ഞാൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തിരുന്നില്ല. നിങ്ങൾ കണ്ടത് ഒരു ദർശനം മാത്രമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. എന്തെന്നാൽ എന്നെ അയച്ചവൻ്റെ അടുത്തേക്ക് ഞാൻ കയറിപ്പോകുന്നു. സംഭവിച്ച കാര്യങ്ങളെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതുവിൻ. അപ്പോൾ അവർ എഴുന്നേറ്റ് നിന്നു. എന്നാൽ അവനെ അവർ പിന്നെ കണ്ടില്ല. കർത്താവിൻ്റെ മാലാഖ തങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടതിനാൽ അവർ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളും അത്ഭുതകൃത്യങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നു. സുഭാഷിതങ്ങൾ അധ്യായം 10 വാക്യങ്ങൾ 9 മുതൽ 12 വരെ. നിഷ്കളങ്കതയിൽ വ്യാപരിക്കുന്നവൻ സുരക്ഷിതനായി ചരിക്കുന്നു. തൻ്റെ വഴികൾ വക്രീകരിക്കുന്നവൻ കുപ്രസിദ്ധനാകും. കണ്ണിറുക്കുന്നവൻ ഉപദ്രവം സമ്മാനിക്കുന്നു. വായാടിയായ വിഡ്ഢി നാശമടയും. നീതിമാന്റെ വായ് ജീവൻ്റെ ഉറവയാണ്. ദുഷ്ടരുടെ വായാകട്ടെ അക്രമം മറച്ചുപിടിക്കുന്നു. വിദ്വേഷം കലഹത്തെ ഇളക്കിവിടുന്നു. സ്നേഹമോ എല്ലാ അതിക്രമങ്ങളുടെയും മേൽ മറയിടുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ 196-ാമത്തെ ദിവസത്തിലേക്ക് ഈ വചനം വായിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ വലിയ ഒരു ഇടപെടലിൽ എത്തിച്ചിരിക്കുന്നതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മൾ യെശയ്യാ പ്രവചനത്തിൽ വായിക്കുമ്പോൾ സൂക്ഷ്മതയോടെ തിരയേണ്ടത് ഈശോ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മെശിഹായുടെ ജനനത്തെക്കുറിച്ച് കൃത്യതയോടെ പ്രവചിച്ച യെശയ്യായുടെ പ്രവചനങ്ങളിലേക്കാണ്. നമ്മൾ ഇന്ന് വായിച്ച വചനഭാഗത്തും അതിന് തൊട്ടു മുമ്പുള്ള ഇന്നലെ വായിച്ചതിൻ്റെ യെശയ്യായിലെ അവസാന ഭാഗത്തും
മനോഹരമായ ചില ബോധ്യങ്ങളും വെളിപ്പെടുത്തലുകളും നമുക്ക് പരിചയമുള്ളവ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് സെബുലൂൺ, നഫ്താലി പ്രദേശങ്ങൾ. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം വലിയൊരു പ്രകാശം കണ്ടു. ഇരുളിൻ്റെ നിഴലിൽ കഴിഞ്ഞിരുന്നവർക്കായി ഒരു വലിയ ദീപ്തി ഉദയം ചെയ്തു. ഈ യെശയ്യായുടെ പ്രവചനത്തിലെ വാക്കുകൾ മത്തായി പിന്നീട് പുതിയ നിയമത്തിൽ കോട്ട് ചെയ്യുന്നുണ്ട്. അത് ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുമ്പോഴാണ്. എന്തുകൊണ്ടാണ് നഫ്താലി, സെബുലൂൺ പ്രദേശങ്ങളിൽ ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ചത്? അതിൻ്റെ കാരണം അസീറിയ രാജാവ് വന്ന് ഇസ്രായേലിനെ പരിപൂർണമായി നാടുകടത്തുന്ന ആ ഇസ്രായേലിൻ്റെ പ്രവാസ സമയത്ത് അസീറിയ രാജാവ് വന്ന് ആദ്യം കീഴടക്കിയതും ആദ്യം നാടുകടത്തിയതും സെബുലൂൺ, നഫ്താലി പ്രദേശങ്ങളിലെ ജനങ്ങളെയും ഗലീലിയിലെ ജനങ്ങളെയും ആയിരുന്നു. ഇനി മിശിഹ വന്ന് ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ റെസ്റ്റോർ ചെയ്യുമ്പോൾ, പുനരുദ്ധരിക്കുമ്പോൾ, കർത്താവും തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് അടിമത്തം ആരംഭിച്ച അതേ മണ്ണിലാണ്. സെബുലൂൺ, നഫ്താലി പ്രദേശങ്ങളിൽ, വിജാതീയരുടെ ഗലീലയിൽ നാശം തുടങ്ങിയെടുത്ത് തന്നെയാണ് പുനരുദ്ധാരണവും തുടങ്ങുന്നത്. റെസ്റ്റോറേഷൻ ബിഗിൻസ് വെയർ ഡിസ്ട്രക്ഷൻ ഹാഡ് ബിഗൺ. നശിപ്പിക്കപ്പെട്ട അതേ സ്ഥലത്ത് ഈശോയുടെ പുനരുദ്ധാരണം ആരംഭിക്കുന്നു എന്നത് മനോഹരമായ ഒരു വായനയാണ്. 9-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ വീണ്ടും മിശിഹാ പ്രവചനമുണ്ട്. നമുക്ക് ഒരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു. ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ നിങ്ങൾക്കായി ഒരു ശിശു ജനിച്ചിരിക്കുന്നു എന്ന ആ പുതിയ നിയമത്തിലെ അറിയിപ്പ് യെശയ്യാ എത്ര മനോഹരമായിട്ടാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചത്. നമുക്ക് നൽകപ്പെട്ട ശിശുവിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ പറയുമ്പോൾ മനോഹരമായ മറ്റൊരു വലിയ അനുഗ്രഹകരമായ സൂചന കൂടിയുണ്ട്. അത് ആധിപത്യം അവൻ്റെ ചുമലിലാണ് എന്ന വാക്യമാണ്. ദ ഗവൺമെൻറ് ഈസ് ഓൺ ഹിസ് ഷോൾഡേഴ്സ്. ആധിപത്യം അവൻ്റെ ചുമലിലാണ്. ഭരിക്കുന്നത് അവനാണ്. ഓരോരുത്തരെയും നയിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം അവനാണ്. സത്യത്തിൽ ഒന്ന് ഓർത്ത് നോക്കുക, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളുടെയും ഭാരം അവൻ്റെ ചുമലിലാണ് എന്ന് ചിന്തിച്ചാൽ, ഇറ്റ് ടേക്സ് ദ സ്ട്രെസ് ആൻഡ് ദ സ്ട്രെയിൻ ഫ്രം അവർ ഷോൾഡേഴ്സ്. നമ്മുടെ ചുമലിൽ നിന്ന് ആ സ്ട്രെസ്സും ആ സ്ട്രെയിനും അതെടുത്ത് കളയും. കാരണം ആധിപത്യം, ഭരണം അവൻ്റെ ചുമലിലാണ്. നിങ്ങൾക്കൊരു കുടുംബത്തെക്കുറിച്ച് ആകുലത വരുമ്പോൾ, ഒരു വൈദികന് തൻ്റെ ഇടവകയെക്കുറിച്ച് ആകുലത വരുമ്പോൾ, ഒരു ശുശ്രൂഷകന് തൻ്റെ മിനിസ്ട്രിയെക്കുറിച്ച് ഉത്കണ്ഠകൾ പെരുകുമ്പോൾ, തലകുമ്പിട്ട് കിടന്ന് ഇങ്ങനെ പറയുന്നത് നല്ലതാണ്: കർത്താവേ, ഞാൻ ഭാരപ്പെടുന്നത് എന്തിന്? ആധിപത്യം നിന്റെ ചുമലിലാണല്ലോ. ഈ ഭാരം നിന്റെ ചുമലിലാണല്ലോ. ഇതിൻ്റെ ഉത്തരവാദിത്വം നിനക്കാണല്ലോ. നീയാണല്ലോ ഇതിൻ്റെ വേദനയും സങ്കടവും ആകുലതയും ചുമക്കുന്നത് എന്ന ഒരു ചിന്തയും പ്രാർത്ഥനയും നമ്മളെ ഭാരമില്ലാതെ ജീവിക്കാൻ സഹായിക്കും എന്നെനിക്ക് തോന്നുന്നു. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അസീറിയ നശിപ്പിക്കപ്പെടും എന്ന പ്രവചനമാണ്. സിറിയയും ഇസ്രായേലും യൂദായ്ക്കെതിരെ വന്നപ്പോൾ അസീറിയയിലൂടെയാണ് ദൈവം അവരെ പരാജയപ്പെടുത്തുന്നത്. എന്നാൽ അതിനുശേഷം അസീറിയ തൻ്റെ കഴിവിൽ അഹങ്കരിക്കുകയും തൻ്റെ കഴിവാണിതെല്ലാം നേടിത്തന്നതെന്ന് ഹൃദയത്തിൽ പറയുകയും ചെയ്യുമ്പോൾ, ഇവിടെ അസീറിയ എതിർ ക്രിസ്തുവിൻ്റെ ഒരു നിഴലും അടയാളവുമായി മാറുകയാണ്. സാത്താൻ്റെ പ്രതീകമാണ് അസീറിയ ഇവിടെ. സത്യത്തിൽ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ദൈവത്തിൻ്റെ കയ്യിലെ ഉപകരണം മാത്രമായിരുന്നു അസീറിയ. ദൈവത്തിൻ്റെ കയ്യിലെ ഉപകരണങ്ങളായി മാറിയവർ പിന്നീടൊരു കാലം വരുമ്പോൾ ഇതെല്ലാം തങ്ങളുടെ പ്രവൃത്തിയുടെ ഫലമാണെന്നും തങ്ങളുടെ നേട്ടമാണെന്നും അഹങ്കരിക്കുമ്പോൾ അവർ സഞ്ചരിക്കുന്നത് എതിർ ക്രിസ്തുവിൻ്റെ അതേ വഴിയിലാണ്. നമ്മെക്കൊണ്ട് ദൈവം എന്തെങ്കിലും മനോഹരമായ കാര്യങ്ങൾ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും മദർ തെരേസയെ പോലെ നമുക്ക് ചിന്തിക്കാൻ കഴിയണം: അങ്ങയുടെ കയ്യിലെ ഒരു പെൻസിൽ മാത്രമാണ് ഞാൻ. നിനക്കിഷ്ടമുള്ളതുപോലെ നീ എഴുതിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ദൈവിക നന്മകളുടെയും ജീവിതത്തിലെ ഒരു നേട്ടത്തിൻ്റെയും അവകാശിയാകാനുള്ള അവകാശം നമുക്കില്ല. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം നമ്മിലൂടെ ചില കാര്യങ്ങൾ ചെയ്തതാണ്. അത് ചിന്തിക്കാതെ വന്നെടുത്ത് അസീറിയയുടെ മേൽ വലിയൊരു ശിക്ഷാവിധി ഉണ്ടാകും എന്ന അറിയിപ്പും നൽകപ്പെടുന്നു. തോബിയാസിനെയും സാറായെയും സ്വന്തം നാട്ടിലേക്ക് മടക്കി അയക്കുമ്പോൾ മാതാപിതാക്കന്മാർ നൽകുന്ന ഉപദേശങ്ങൾ മനോഹരവും കണ്ണുകളെ ഈറനണിയിക്കുന്നതുമാണ്. സാറായോട് മാതാപിതാക്കൾ പറയുന്നൊരു വാചകം: ഭർത്താവിൻ്റെ വീട്ടിലേക്ക് നീ പോവുകയാണ്. ഇനിമേൽ അവൻ്റെ മാതാപിതാക്കന്മാരാണ് നിൻ്റെ മാതാപിതാക്കന്മാർ. നമ്മൾ എത്തിച്ചേരുന്ന ഇടങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യർ, ജീവിതത്തിൻ്റെ പ്രത്യേക ഇടങ്ങളിൽ വെച്ച് ദൈവം നമുക്ക് സ്വന്തമായി നൽകുന്ന മനുഷ്യരൊക്കെ രക്തബന്ധത്തെക്കാൾ വിലപ്പെട്ടവരാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ആഹ്വാനം കൂടി ഈ വാക്കുകളിൽ ഉണ്ട്. അതുപോലെ തന്നെ
തോബിയാസിനോട് അവളുടെ അമ്മ പറയുന്നൊരു വാചകം, മകനെ, നീ അവളെ ഒരിക്കലും ദുഃഖിപ്പിക്കരുത്. സത്യത്തിൽ ജീവിത പങ്കാളിക്ക് വേണ്ടി രണ്ടുപേരിൽ ഒരാൾക്ക് നൽകാവുന്ന അല്ലെങ്കിൽ സ്വീകരിക്കാവുന്ന ഇതിനേക്കാൾ മനോഹരമായ മറ്റൊരു ഉപദേശം എന്താണുള്ളത്? നിന്റെ ഭർത്താവിനെ നീ ദുഃഖിപ്പിക്കരുത്, നിന്റെ ഭാര്യയെ നീ ദുഃഖിപ്പിക്കരുത്, കൂടെയുള്ളവരുടെ സങ്കടത്തിന് കാരണമാകരുത് എന്ന നിർബന്ധ ബുദ്ധിയാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനം. അങ്ങനെ പറഞ്ഞ് യാത്രയയച്ചു കഴിയുമ്പോൾ തോബിത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒടുവിൽ അദ്ദേഹത്തിൻ്റെ അന്ധത മാറ്റപ്പെടുന്നു, കണ്ണുകൾക്ക് തെളിച്ചമുണ്ടാവുന്നു. ദൈവത്തോട് ചേർന്ന് നല്ല ജീവിതം നയിക്കാനും ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കാനും ശ്രദ്ധിച്ച ഒരു മനുഷ്യന് താൽക്കാലികമായി ചില നഷ്ടങ്ങളുണ്ടായി എന്ന് മനുഷ്യന് തോന്നിയാലും ഒടുവിൽ എന്താണ് സംഭവിക്കുന്നത്? പണം അയാൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാളും അല്ലെങ്കിൽ അയാൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച പണത്തെക്കാളും എത്രയോ മടങ്ങ് ഇരട്ടി പണം അയാൾക്ക് ലഭിക്കുന്നു. മകന് നല്ല ഒരു ജീവിത പങ്കാളിയെ, ദൈവഭയമുള്ള ഒരു ജീവിത പങ്കാളിയെ കിട്ടുന്നു. അയാൾക്ക് കാഴ്ച തിരിച്ചു കിട്ടുന്നു. ഇത്രയും കാലം തങ്ങളുടെ കൂടെ സഞ്ചരിച്ചത് ഒരു മനുഷ്യനായിരുന്നില്ല, ഒരു ദൈവദൂതനായിരുന്നു എന്നവർ തിരിച്ചറിയുന്നു. നോക്കുക, ദൈവത്തോട് ചേർന്ന് നടന്ന നിങ്ങളുടെ ഈ ബലഹീന ജീവിതത്തിൽ നിങ്ങൾക്ക് ആത്യന്തികമായി ഒരു നഷ്ടങ്ങളുമില്ല, നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ലാഭത്തിൻ്റെ കോളം മാത്രമേ ഉള്ളൂ, നഷ്ടത്തിൻ്റെ കോളം ശൂന്യമാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്തുന്നത് ഉചിതമാണ് എന്നൊരു വാചകം തോബിത്ത് പറഞ്ഞത് ശ്രദ്ധിച്ചോ? ദൈവം നമുക്ക് ചെയ്തു തന്ന നന്മകളെ വെളിപ്പെടുത്താൻ മടി കാണിക്കരുത്. നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യരോട് കർത്താവ് നമുക്ക് ചെയ്തു തന്ന നന്മയും ദൈവം ചെയ്ത വലിയ പ്രവൃത്തികളും വെളിപ്പെടുത്തി കൊടുക്കുന്നതിൻ്റെ പേരാണ് സുവിശേഷ പ്രചാരണ വേല. അവസാനമായിട്ട് മാലാഖ തോബിത്തിനോട് പറയുകയാണ്, നീ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, നീ കാരുണ്യപ്രവൃത്തികൾ അനുഷ്ഠിച്ചപ്പോഴും ഞാൻ അവിടെ ഉണ്ടായിരുന്നു. നോക്കുക, പ്രാർത്ഥിക്കുമ്പോഴും വേദനിക്കുന്ന മനുഷ്യന് ഉപകാരം ചെയ്യുമ്പോഴും മാലാഖമാർ നമ്മുടെ അടുത്തുകൂടി പറന്ന് നടക്കുന്നുണ്ട്. ദൈവദൂതന്മാരുടെ സാന്നിധ്യവും വേണമെങ്കിലൊന്ന് കാതോർത്ത് ശ്രദ്ധിച്ചാൽ അവരുടെ കാലൊച്ചകളും നിങ്ങൾക്ക് അറിയാൻ കഴിയും. നല്ല കർത്താവെ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. സാമാന്യം ദീർഘമായ ഇന്നത്തെ വായനയിൽ അങ്ങ് ഞങ്ങൾക്ക് തന്ന കൃപാവരങ്ങൾക്ക് പ്രത്യേകം അങ്ങേ ഞാൻ മഹത്വപ്പെടുത്തുന്നു. യെശയ്യായുടെ പ്രവചനത്തിലൂടെ ക്രിസ്തുവിനെക്കുറിച്ച് വായിക്കുന്ന ഓരോ വാചകങ്ങളും എത്രമാത്രം സന്തോഷമാണ് ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകുന്നത്. ഞങ്ങൾക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ സമ്മാനം യേശുവാണെന്നുള്ള അവബോധത്തിലേക്ക് ഞങ്ങളെ വളർത്തണമേ. എല്ലാ ഭാരങ്ങളും അവൻ്റെ ചുമലിൽ ഏൽപ്പിച്ച് ഭാരമില്ലാതെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ബന്ധങ്ങളെ ഗൗരവമായി എടുക്കാനും ദൈവം തന്ന ബന്ധങ്ങളെ ഒത്തിരി ആദരവോടെ കാണാനും ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തോട് ചേർന്നുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് കുറ്റപ്പെടുത്തുന്നൊരു ലോകത്തിൻ്റെ നടുവിൽ ദൈവഭക്തി ഞങ്ങൾക്ക് തന്ന നേട്ടങ്ങളെ കാണാൻ ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണമേ. ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും ഇവരുടെ ജീവിത സാഹചര്യങ്ങളെയും തോബിത്തിനെയും തോബിയാസിനെയും സാറായെയും അനുഗ്രഹിച്ചതുപോലെ അങ്ങ് അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സുഹൃത്തുക്കളോട് ബന്ധുക്കളോട് ഈ വചനവായന പദ്ധതിയെ പരിചയപ്പെടുത്താൻ നിങ്ങൾ മറക്കരുത്. നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക്, നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ അറിയുക. ഞാൻ ഡാനിയലച്ചൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിക്ക്, പ്രാർത്ഥിക്ക്, ഈശോയെ പങ്കുവെക്ക്. നല്ലൊരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.